എന്റെ ഒരു സൺഡേ ലൈഫ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. എഴുന്നേക്കാൻ തന്നെ ഒരു 9:30-9 മണിയൊക്കെ ആവും. എഴുന്നേറ്റ് കഴിഞ്ഞ് നേരെ ഡോറും തുറന്ന് പല്ലേക്കാൻ പോകും. പല്ല് തേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് 4 വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയാണ് കഴിച്ചത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഗെയിമും കളിച്ച് ഇങ്ങനെ ചൊറിയും കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 11:30 ആയപ്പോൾ മുട്ട ഉണ്ടാക്കിയിട്ട് പയറും കൂട്ടി കഴിക്കാൻ വിചാരിച്ചു. ഈ ഒരു വീഡിയോനകത്ത് ഭൂരിഭാഗം തീറ്റ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫുഡും കഴിച്ച് റൂമിലേക്ക് പോയി വെള്ളം കുടിച്ചിട്ട് കുറച്ചു നേരം ഗെയിമും കളിച്ച് കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 3 മണിയായി. എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മ വിളിച്ചു, അമ്മേനെ ഒന്ന് കൂട്ടാൻ വരണം എന്ന് പറഞ്ഞു. സ്മൂത്തി അടിക്കാനായിട്ട് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അമ്മേനെ കൂട്ടി വരുന്ന വഴിക്ക് ഡേറ്റ്സ് വാങ്ങി. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ചിക്കൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഞാൻ ഈ ഒരു ചലഞ്ച് തുടങ്ങിയത് മുതൽ ബേക്കറി ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ചിക്കൻ ആകുമ്പോഴത്തേക്കും ഒരു കേക്ക് കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനായി, സലാഡ് ഉണ്ട്, ചെമ്മീൻ വറുത്തതുണ്ട്, പിന്നെ 3 എഗ്ഗും ഞാൻ എടുത്തു. ഉച്ചക്കും രാത്രിയും ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ മധുരമുള്ള എന്തെങ്കിലും കഴിക്കണം. അതുകൊണ്ട് തന്നെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിയിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം എടുത്ത് കഴിച്ചു. കുറച്ച് റീൽസും കണ്ടിരുന്നു, അത് കഴിഞ്ഞ് എഡിറ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വൈകിട്ട് ഒരു 6:30-7 മണി ആകുമ്പോഴത്തേക്കും സ്മൂത്തി ഷേക്ക് അടിക്കാനുള്ള പരിപാടിയിലേക്കായി. ഡേറ്റ്സ്, ബനാന, മിൽക്ക്, ഓട്സ്, ആൽമണ്ടും പിന്നെ മസിൽ ബ്ലേസിന്റെ പീനട്ട് ബട്ടർ ഇതെല്ലാം ഇട്ടങ്ങ് നല്ലപോലെ ഷേക്ക് അടിച്ച് കുടിച്ചു. ലീൻ ആയിട്ടുള്ള ബോഡി ഉള്ളവർക്ക് ഡെയിലി ഒന്ന് വെച്ച് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും ബൾക്കിങ്ങിന്. വീടിന്റെ അടുത്ത് ഉത്സവമായതുകൊണ്ട് എല്ലാവരും ഉത്സവത്തിന് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഞാനും ഫ്രണ്ട്സിന്റെ ഒപ്പം രാത്രി ഉത്സവത്തിന് ഇറങ്ങി. നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നായിരുന്നു. നമ്മുടെ ജിം ഡെയിലി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.